അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ പഠനം 1362. സൂറത്ത് ഹൂദ് 50 മുതൽ 60 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره إن أنتم إلا مفترون يا قوم لا أسألكم عليه أجرا إن أجري إلا على الذي فطرني أفلا تعقلون ويا قوم استغفروا ربكم ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين قالوا يا هود ما جئتنا ببينة وما نحن بتاركي آلهتنا عن قولك وما نحن لك بمؤمنين إن نقول إلا اعتراك بعض آلهتنا بسوء قال إني أشهد الله واشهدوا أني بريء مما تشركون من دونه فكيدوني جميعا ثم لا تنظرون إني توكلت على الله ربي وربكم ما من دابة إلا هو آخذ بناصيتها إن ربي على صراط مستقيم فإن تولوا فقد أبلغتكم ما أرسلت به إليكم ويستخلف ربي قوما غيركم ولا تضرونه شيئا إن ربي على كل شيء حفيظ ولما جاء أمرنا نجينا هودا والذين آمنوا معه برحمة منا ونجيناهم من عذاب غليظ وتلك عاد جحدوا بآيات ربهم وعصوا رسله واتبعوا أمر كل جبار عنيد وأتبعوا في هذه الدنيا لعنة ويوم القيامة ألا إن عادا كفروا ربهم ألا بعدا لعاد قوم هود. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد. وإلى عاد أخاهم هودا. ആദ് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ നാം പ്രവാചകനായി നിയോഗിച്ചു. ഖാല ഹൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാത്ത മറ്റൊരു ആരാധ്യനും നിങ്ങൾക്കില്ല. ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ, നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുന്നവർ മാത്രമാണ്. അല്ലാഹു അല്ലാത്ത ആരാധ്യന്മാരുണ്ട് എന്ന് കള്ളമായി നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയ വാദമാണ്, അത് ശരിയല്ല. യാ ഖൗമി, എന്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും അലൈഹി അജ്റ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതിന്റെ പേരിൽ നിങ്ങളോട് ഞാനൊരു കൂലിയും ആവശ്യപ്പെടുന്നില്ല. ഇൻ അജ്രിയ ഇല്ല അലല്ലദീ ഫതറനി, എന്റെ പ്രതിഫലം എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ മേലിൽ മാത്രമാണ്. അഥവാ എനിക്ക് ഭൗതികമായ എന്തെങ്കിലും നേട്ടത്തിനു വേണ്ടി ഞാൻ പറഞ്ഞ ഒരു വാദഗതിയല്ല ഇത് എന്നർത്ഥം. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? എനിക്കിങ്ങനെ ഒരു വാദം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് ഭൗതികമായി എന്തു നേട്ടമാണ്? ഒരു നേട്ടവുമില്ല. നിങ്ങളുടെ ഇഷ്ടവും സംതൃപ്തിയും കിട്ടാനാണെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യുകയായിരുന്നുവല്ലോ വേണ്ടിയിരുന്നത്. അതുകൊണ്ട് നിങ്ങളിത് ചിന്തിക്കുന്നില്ലയോ? വയാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ നാഥനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. സുമ്മ തൂബു ഇലൈഹി, എന്നിട്ട് നിങ്ങൾ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക.
യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, എന്നാൽ അല്ലാഹു തആല നിങ്ങളുടെ മേൽ തുടരെ തുടരെ മഴ വർഷിപ്പിക്കും. വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിയിലേക്ക് ശക്തി അവൻ വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും. വലാ തതവല്ലൗ മുജ്രിമീൻ, നിങ്ങൾ അക്രമികളായി പിന്തിരിഞ്ഞു പോകരുത്. ഖാലു, ഇത്രയും ഹൃദയസ്പർക്കായ ഉപദേശം ഹൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞപ്പോൾ ആ സമൂഹം പറഞ്ഞു, യാ ഹൂദ്, ഹൂദേ, മാ ജിഅ്തനാ ബിബയ്യിനത്തിൻ, നിങ്ങൾ ഞങ്ങൾക്കൊരു തെളിവും കൊണ്ടുവന്നിട്ട് തന്നിട്ടില്ല. വമാ നഹ്നു ബിതാരികി ആലിഹത്തിന അൻ ഖൗലിക്, നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഞങ്ങൾ ഞങ്ങളുടെ ആരാധ്യന്മാരെ ഉപേക്ഷിക്കുകയും ഇല്ല. വമാ നഹ്നു ലക ബിമുഅ്മിനീൻ, ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നവരല്ല എന്നവർ പറഞ്ഞു. ഇന്നഖൂലു, എന്നിട്ട് അവർ പറയാണ്, ഇന്നഖൂലു, ഞങ്ങൾ പറയുന്നില്ല, ഇല്ലാ തറാക ബഅദു ആലിഹത്തിന ബിസൂഇൻ, ഞങ്ങളുടെ ചില ആരാധ്യന്മാർ നിനക്ക് എന്തോ ബുദ്ധിമുട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, ദോഷബാധ ഉളവാക്കിയിട്ടുണ്ട് എന്നല്ലാതെ എന്നവർ പറഞ്ഞു. കാല, ഹൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്നി ഉഷ്ഹിദുല്ലാഹ്, ഞാൻ അല്ലാഹുവെ സാക്ഷി നിർത്തുന്നു. വഷ്ഹദു, നിങ്ങളും സാക്ഷി നിൽക്കണം. എന്തിന്? അന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ആരാധിക്കുന്ന പങ്കു ചേർക്കുന്ന ദൈവങ്ങളെ തൊട്ടെല്ലാം ഞാൻ ഒഴിവായവനാണ്. മിന്ദൂനിഹി, അള്ളാഹ്ക്ക് പുറമെ ദൈവങ്ങളാണെന്ന് പറഞ്ഞ് നിങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ദൈവവുമായി എനിക്കൊരു ബന്ധമില്ല എന്ന് ഞാൻ അള്ളാഹുവിനെയും നിങ്ങളെയും സാക്ഷി നിർത്തി പറയുന്നു. അതുകൊണ്ട് ഇപ്പൊ കീദൂനി ജമീഅൻ, നിങ്ങൾ എല്ലാവരും എനിക്കെതിരെ കുതന്ത്രങ്ങൾ മെനയുക. സുമ്മലാ തുൻളിറൂൻ, എന്നിട്ട് നിങ്ങൾ എനിക്ക് സാവകാശം തരേണ്ടതില്ല. ഞങ്ങളെ ദൈവങ്ങളുടെ കുരുത്തക്കേടാണ് നിനക്ക് എന്ന് പറഞ്ഞ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ദൈവങ്ങളും ചേർന്നിട്ട് പറ്റണതൊക്കെ ചെയ്തോളൂ, ഒരിക്കലും സമയം കളയണ്ട. ഇന്നി തവക്കൽതു അലല്ലാഹ്, നിശ്ചയം ഞാൻ അള്ളാഹുവിന്റെ മേലിൽ വരമേൽപ്പിച്ചിരിക്കുന്നു. റബ്ബി വ റബ്ബിക്കും, എന്റെയും നിങ്ങളുടെയും സംരക്ഷകനായ അള്ളാഹുവിന്റെ മേൽ ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നു. മാമിൻ ദാബത്തിൻ ഇല്ലാഹു ആഖിദുൻ ബിനാസിയതിഹ, ഈ ലോകത്ത് ഒരു ജീവിയുമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടല്ലാതെ. എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്, അവന്റെ നിരീക്ഷണത്തിന് കീഴിലാണ്. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, നിശ്ചയം എന്റെ നാഥൻ ശരിയായ മാർഗത്തിലാകുന്നു. അതുകൊണ്ട് ആ നാഥന് ഞാനെല്ലാം ഏൽപ്പിക്കുകയാണ്, നിങ്ങളെക്കൊണ്ട് പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. ഫൈൻ തവല്ലൗ, നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫഖദ് അബ്ലഗ്തുക്കും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, എന്തൊരു സന്ദേശവുമായാണോ എന്നെ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടത് ആ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. ഇതിനി നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് പണി തരും. എന്നിട്ട് വയസ്തഖ്ലിഫു റബ്ബി ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്തൊരു സമൂഹത്തെ അല്ലാഹു തആലയുടെ പകരം കൊണ്ടുവരികയും ചെയ്യും. വലാ തളുറൂനഹു ഷൈആ, അല്ലാഹുവിനെ അശേഷം ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീദ്, നിശ്ചയം എന്റെ നാഥനായ അള്ളാഹു എല്ലാത്തിന്റെയും മേലും സൂക്ഷിപ്പുകാരനാണ്. നിങ്ങളെന്തൊക്കെ പറയുന്നു ചെയ്യുന്നു എന്നെല്ലാം അള്ളാഹു മനസ്സിലാക്കുന്നുണ്ട്. അതിനുള്ള പ്രതിഫലവും അള്ളാഹു നിങ്ങൾക്ക് തരും എന്നർത്ഥം. വലമ്മ ജാ അമ്രുന, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ നജ്ജൈനാ ഹൂദൻ, ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ നാം രക്ഷപ്പെടുത്തി. വല്ലദീന ആമനൂ മഅഹു, ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെയുള്ള വിശ്വാസികളെയും നാം രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ മിന്നാ, നമ്മിൽ നിന്നുള്ള കാരുണ്യം മുഖേന. വനജ്ജൈനാഹും മിൻ അദാബിൻ ഗലീദ്, കടുത്ത ശിക്ഷയിൽ നിന്ന് നാം അവരെ രക്ഷിക്കുകയും ചെയ്തു. വതിൽക ആദ്, ഇതാണ് ആദ് സമൂഹം. ജഹദൂ ബി ആയാതി റബ്ബിഹിം, അവരുടെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു. വഅസൗ റുസുലഹു, നാഥന്റെ ദൂതന്മാരെ പ്രവാചകന്മാരെ അവർ എതിർക്കുകയും ചെയ്തു. വത്തബഉ അംറ കുല്ലി ജബ്ബാരിൻ അനീദ്, മർക്കടമുഷ്ടിക്കാരായ എല്ലാ സ്വേച്ഛാധിപതികളെയും അവർ പിന്തുടരുകയും ചെയ്തു. അങ്ങനെ ഈ ദുനിയാവിൽ അവർക്ക് ശാപത്തെ തുടർത്തപ്പെട്ടു. വയൗമൽ ഖിയാമ, അന്ത്യനാളിലും അവർ ശാപത്തിന് അർഹരായി മാറി. അലാ, അറിയണം, ഇന്ന ആദൻ, നിശ്ചയം ആദ് സമൂഹം, കഫറു റബ്ബഹും, അവരുടെ നാഥനെ അവർ നിഷേധിച്ചു. അലാ, അറിയുക, ബുഅദൻ ആദിൻ ഖൗമി ഹൂദ്, ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയായ ആദ് സമൂഹത്തിനാകുന്നു നാശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ധാരാളം നബിമാരുടെ ചരിത്രങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവും അതിൽ നിന്നുള്ള ഗുണപാഠവുമായിരുന്നു നേരത്തെ പഠിപ്പിച്ചത്. ഇനി മറ്റൊരു ചരിത്രം പറയുകയാണ് ഇവിടെ. ആദ് സമൂഹത്തിന്റെ ചരിത്രം. ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത. ആദ് സമൂഹം എന്ന് പറയുന്ന നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ അള്ളാഹു നശിപ്പിച്ചതിന് ശേഷം പിന്നീട് കാലം പോകെ പോകെ നിഷേധത്തിന്റേതായിട്ടുള്ള ആളുകൾ തലപൊക്കി വന്ന കാലഘട്ടത്തിൽ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്ന ശൈലിയിലേക്കും സ്വഭാവത്തിലേക്കും ജനങ്ങൾ വല്ലാതെ കൂറുമാറിയ ഘട്ടത്തിൽ അവരെ സമുദ്ധരിക്കാനും അവർക്കിടയിൽ സംസ്കരണ പ്രക്രിയ ത്വരിതപ്പെടുത്താനും അള്ളാഹു നിയോഗിച്ച നബിയായിരുന്നു ഹൂദ് നബി അലൈഹിസ്സലാം. ആദ് സമൂഹം എന്ന് പറയുന്ന, ആദ് എന്ന് പറഞ്ഞത് അവരുടെ പിതാവിന്റെ പേരാണ്. പിന്നീട് അത് ആ സമൂഹത്തിന് തന്നെ മൊത്തത്തിലുള്ള പേരായി മാറി ആദ് സമൂഹം എന്ന്. അപ്പൊ ആ ആദ് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദ് നബി, അവരുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഹൂദ് നബിയും ആ കുടുംബത്തിൽ തന്നെ പെട്ട ആളാണ് എന്നർത്ഥം. ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ അവരിലേക്ക് അള്ളാഹു തആല നിയോഗിച്ചു. അങ്ങനെ ഹൂദ് നബി അലൈഹി ഇസ്ലാം വന്നിട്ട് അവരോട് പറയണത് എന്താണ്? ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, ആമിറൻ ലഹും ബി ഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്നും അവന് യാതൊരു പങ്കുകാരുമില്ല എന്നും അതിനാൽ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണമെന്നും അവരോട് കൽപ്പിക്കാനായി ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ ആദ് സമൂഹത്തിലേക്ക് നാം നിയോഗിച്ചു. നാഹിയൻ ലഹും അനിൽ ഔസാനില്ലത്തി ഇഫ്തറൗഹ. അവർ മെനഞ്ഞുണ്ടാക്കിയ, യാതൊരു തെളിവുമില്ലാതെ അവർ മെനഞ്ഞുണ്ടാക്കിയ ദൈവങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അവർ പിന്തിരിയണമെന്നും അവരോട് പറയാനായിട്ടാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാം ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നിയോഗിച്ചത്. എന്നിട്ട് ഹൂദ് നബി അലൈഹി ഇസ്ലാം അവരുടെ അടുത്ത് വന്ന് പറഞ്ഞതായിരുന്നു എന്ത്? യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്കൊരാരാധ്യനുമില്ല. ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ, അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരുണ്ട് എന്ന നിങ്ങളുടെ വാദം നിങ്ങൾ കെട്ടിയുണ്ടാക്കിയത് മാത്രമാണ്. തെളിവുകളില്ലാതെ വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്നതുപോലെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാണ് ആ വാക്കുകളെല്ലാം. അതിന് യാതൊരു രേഖയുമില്ല. എന്നിട്ട് ഹൂദ് നബി അലൈഹി ഇസ്ലാം തന്റെ സത്യസന്ധതയും അതേപോലെ തന്നെ ഇത്തരമൊരു നിർദ്ദേശം അവരുടെ മുന്നിൽ വെക്കാനുണ്ടായ സാഹചര്യത്തിൽ തന്റെ വിശ്വസ്തതയും പ്രകടമാക്കാൻ വേണ്ടി പറയുകയാണ്, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും അലൈഹി അജ്റാ, ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതിന്റെ പേരിൽ ഞാൻ നിങ്ങളോടൊരു കൂലിയും ചോദിക്കുന്നില്ല. ഈ ഉപദേശം നിങ്ങൾക്ക് തന്നതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഭൗതികമായ എന്തെങ്കിലും ഒരു നേട്ടം ആവശ്യപ്പെടുന്നില്ല. ഇൻ അജിരിയ ഇല്ല അലല്ലദീ ഫതറനി, എന്റെ പ്രതിഫലം എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ മേലിൽ മാത്രമാണ്. എനിക്ക് കൂലി അള്ളാഹു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? നിങ്ങളെ നന്മയിലേക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വിജയത്തിലേക്കും നിങ്ങളെ ക്ഷണിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? ഹൂദ് നബി അലൈഹി ഇസ്ലാമിന് ഈ പ്രബോധനത്തിന്റെ പേരിൽ ഭൗതികമായ യാതൊരു നേട്ടവുമില്ല. അപ്പൊ ഭൗതികമായ ഒരു നേട്ടത്തിനു വേണ്ടിയല്ല ഞാൻ നിങ്ങളെ ശത്രുക്കളാക്കുന്നത്. നിങ്ങൾ എന്നെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്കെന്റെ നാട്ടിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെടുകയാണ്. അത് നഷ്ടപ്പെട്ടിട്ടും ഞാൻ ഈ പ്രബോധനവുമായി മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും ഭൗതികമായ നക്കാപ്പിച്ച പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിയാമായിരുന്നു. പക്ഷേ നിങ്ങളെ ഞാൻ എതിർത്തതിന്റെ പേരിൽ എനിക്ക് ഭൗതികമായിട്ടൊന്നും കിട്ടാനില്ലല്ലോ. അത് ആ സ്ഥിതിക്ക് ഞാൻ ഈ പറയുന്നതിന്റെ സത്യസന്ധതയും ആധികാരികതയും നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഹൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. എന്നിട്ട് ഹൂദ് നബി അലൈഹി ഇസ്ലാം പറയാണ്, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. സുമ്മ തൂബൂ ഇലൈഹി, പിന്നെ നിങ്ങൾ അവരിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. എന്നാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അല്ലാഹു തആല തുടരെ തുടരെ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിയിലേക്ക് അവൻ ശക്തിയെ വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും. വലാ തതവല്ലൂ മുജ്രിമീൻ, നിങ്ങൾ അക്രമികളായി പിന്തിരിഞ്ഞു പോകരുത് എന്ന്. എന്താ ഈ പറച്ചിലിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല ആദ് സമൂഹത്തിലേക്ക് പ്രവാചകനായി നിയോഗിച്ചു. എന്നാൽ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച ആദ് സമൂഹം ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെതിരിൽ അവരെ കൊണ്ടാവും വിധത്തിലുള്ള ശല്യങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ് സമൂഹത്തിന് കടുത്ത പരീക്ഷണം നൽകി. ആ പരീക്ഷണത്തെ സംബന്ധിച്ച് ഇമാം തൊബരി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അന്നഹു ഖദ് ഇൻഖതഅ അൻ-നസ്ലു അൻഹും സിനീന,
വർഷങ്ങളോളം അവർക്ക് സന്താനോൽപാദനത്തിന് ശക്തിയില്ലാണ്ടായി. ആ സന്താനോൽപാദനത്തിന് ശക്തിയില്ലാതായപ്പോൾ അതോടൊപ്പം തന്നെ കടുത്ത വരൾച്ചയും അവരെ ബാധിച്ചു. ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തിയതാണ് ഹബിസ അൻഹുമുൽ മത്തർ വഅഖമൽ അർഹാം 3 സിനീൻ. 3 വർഷം ഗർഭധാരണത്തിന്റെ ശേഷി സ്ത്രീകളുടെ ഗർഭപാത്രങ്ങൾക്ക് ഇല്ലാതാവുകയും അതേപോലെ ആ മഴ അവർക്ക് തടയപ്പെടുകയും ചെയ്തു. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും, അതവിടെ പൊറുക്കലിനെ തേടാറുള്ളത്, അള്ളാഹുവിൽ വിശ്വസിക്കുകയും കഴിഞ്ഞകാല ജീവിതത്തിലുള്ള നിഷേധത്തിന് നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്താൽ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും, നിങ്ങൾക്ക് അള്ളാഹു ശക്തിയിലേക്ക് ശക്തി കൂട്ടിത്തരും. അതാണ് സന്താനോൽപാദനം. അപ്പൊ സാമ്പത്തിക രംഗത്തുള്ള അഭിവൃദ്ധിയും സന്താനോൽപാദനത്തിന്റെ സൗഭാഗ്യവും അള്ളാഹു നിങ്ങൾക്ക് തരും. എന്നാൽ നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾ എന്ത് ചെയ്തുകൂടാ, നിങ്ങൾ അക്രമികളായി പിന്തിരിയരുത് എന്ന് പറഞ്ഞു. ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യം നമ്മളിവിടെ ഒരു സെക്കൻഡ് മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ആത്മാർത്ഥമായി പറയുന്നവരാവുക. മല്ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ വമിൻ കുല്ലി ദിഖിൻ മഖറജ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്നതൊരു നിർബന്ധ സ്വഭാവമാക്കി ഒരാൾ മാറ്റിയാൽ, എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ആത്മാർത്ഥമായി പറയുന്ന ശൈലി ഒരാൾ സ്വീകരിച്ചാൽ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല രക്ഷയുടെ വഴി അവൻ എളുപ്പമാക്കുകയും അവൻ പോലും നിലച്ചിരിക്കാത്ത ഭാഗത്തുകൂടെ അവൻ അല്ലാഹു തആല അന്നം നൽകുകയും ചെയ്യുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതന്നെ ഇവിടെ ഹൂദ് നബി അലൈഹി ഇസ്ലാമും പറയണത് അവരോട്, നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. എന്നാൽ ആ ജനങ്ങളുടെ മറുപടി എന്താ? കാലു, അവർ പറഞ്ഞു, യാ ഹൂദ്, ഓ ഹൂദ് നബിയെ, മാ ജിഅ്തനാ ബിബയ്യിനത്തിൻ, നിങ്ങൾ ഞങ്ങൾക്കൊരു തെളിവും കൊണ്ടുവന്ന് തന്നിട്ടില്ല. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന നിങ്ങളുടെ വാദത്തിന് അംഗീകരിക്കാവുന്ന തെളിവുകളൊന്നും നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. വമാ നഹ്നു ബിതാരികി ആലിഹത്തിന അൻ ഖൗലിക്, നിങ്ങളുടെ വാക്കിന്റെ പേരിൽ മാത്രം ഞങ്ങളുടെ ആരാധ്യന്മാരെ ഞങ്ങൾ ഉപേക്ഷിക്കുകയുമില്ല. വമാ നഹ്നു ലക ബിമുഅ്മിനീൻ, ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുകയുമില്ല എന്നവർ പറഞ്ഞു. അതാണ് സത്യനിഷേധികളുടെ ശൈലി. എത്ര തെളിവ് കൊടുത്താലും, ഇപ്പൊ ഹൂദ് നബി അലൈഹി ഇസ്ലാം അവർക്ക് ധാരാളം രേഖകളും തെളിവുകളും ഒക്കെ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും തെളിവായി ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അവർ തയ്യാറല്ല. നിഷേധികൾ അങ്ങനെ തന്നെയാണല്ലോ. എന്ത് തെളിവ് കൊടുത്താലും ഇത് തെളിവാണെന്ന് അവർ സമ്മതിക്കില്ല. എന്ന് മാത്രമല്ല, അവർ പറഞ്ഞു, ഇന്നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹത്തിനാ ബിസൂഇൻ, ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ചില ദൈവങ്ങൾ നിന്നെ ദോഷബാധ നിനക്ക് ഉണരിപ്പിച്ചു തന്നു എന്നാണ്. അതായത് ഈ എന്തൊക്കെയോ ഇങ്ങനെ അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്നൊക്കെ പറയണത്, അതൊക്കെ എന്തോ ഒരു ബുദ്ധിഭ്രമം സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് പറയണതാണ്. അങ്ങനെ ബുദ്ധിഭ്രമം സംഭവിക്കാൻ കാരണം ഞങ്ങളെ ദൈവങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഞങ്ങളെ ദൈവങ്ങൾ ആരോ കോപിച്ചിട്ട് അതിന്റെ കുരുത്തക്കേടായിട്ടാണ് നീ ഇങ്ങനെ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നത് എന്നായിരുന്നു ഹൂദ് നബി അലൈഹി ഇസ്ലാമിനോട് അവരുടെ മറുപടി. കുരുത്തക്കേട് പറ്റുമെന്ന ഭീഷണി അവർ പെടുത്തി. എന്നാൽ അത് കേട്ടപ്പോ ഹൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്നി ഉഷ്ഹിദുല്ലാഹ്, നിശ്ചയം ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തുന്നു, വശദു, നിങ്ങളും സാക്ഷി നിൽക്കണം, അന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ അള്ളാഹുവിന് പങ്കു ചേർക്കുന്ന ദൈവങ്ങളെ തൊട്ടെല്ലാം ഞാൻ ഒഴിവായവനാണ്, അവരുമായിട്ട് എനിക്കൊരു ബന്ധമല്ല. മിന്ദൂനിഹി, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, ആ ദൈവങ്ങളെ ചില ദൈവങ്ങൾ കോപിച്ചിട്ടാണ് നിനക്ക് കുഴപ്പമുണ്ടായിന്നല്ലേ നിങ്ങൾ പറയണേ, ആ ദൈവങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധമല്ല. അതുകൊണ്ട് ഇപ്പൊ കീദൂനി ജമീഅൻ, നിങ്ങളും ആ ദൈവങ്ങളും ചേർന്നുകൊണ്ട് എനിക്കെതിരെ കുതന്ത്രങ്ങൾ മെനഞ്ഞോളൂ. സുമ്മലാ തുള്ളിറൂൻ, പിന്നെ നിങ്ങൾ എനിക്ക് ഇടതരണ്ട, സാവകാശം തരണ്ട, സമയം കളയാതെ നിങ്ങളെ കൊണ്ടാവുന്ന നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് അവരുമായി ഒരു ബന്ധമല്ല, ഞാൻ അവരെ അംഗീകരിക്കുകയുമില്ല എന്ന് ഹൂദ് നബി അലൈഹി ഇസ്ലാം കടുത്ത സ്വരത്തിൽ ഉറപ്പിച്ചു പറഞ്ഞു. എന്തുകൊണ്ട് ഞാൻ അവരെ അംഗീകരിക്കില്ല? ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, എന്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവിലാണ് ഞാൻ പരമേൽപ്പിക്കുന്നത്. അവനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കാനും അതേപോലെ തന്നെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും ശക്തിയുള്ളവൻ. നിങ്ങളുടെ ദൈവങ്ങൾക്ക് അവരെ ആരാധിച്ചു എന്നതിന്റെ പേരിൽ ഉപകാരം ചെയ്തു തരാനോ അവരെ ആരാധിക്കാതെ അവഗണിച്ചാൽ എന്തെങ്കിലും ശിക്ഷകൾ വരുത്താനോ ഒന്നും അവർക്ക് സാധിക്കില്ല. എന്നാൽ എല്ലാത്തിന്റെയും ഉടമസ്ഥനായ അള്ളാഹുവിലാണ് ഞാൻ പരമേൽപ്പിക്കുന്നത്. നിങ്ങൾക്കറിയോ അള്ളാഹു ആരാ? മാമിൻ ദാബത്തിൻ ഇല്ലാഹു ആഖിദുൻ ബിനാസിയതിഹാ, ഈ ലോകത്തുള്ള എല്ലാ ജീവികളും അവന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. അതുകൊണ്ട് അവനെ ഞാൻ പരമേൽപ്പിക്കുന്നു. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, നിശ്ചയം എന്റെ നാഥൻ ശരിയായ വഴിയിലാണ്. അതുകൊണ്ട് ഞാൻ പിടിക്കേണ്ട ആളെ പിടിച്ചിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റുന്നങ്ങൾ ചെയ്തോ. ഫൈൻ തവല്ലോ, നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞത് സ്വീകരിക്കാതെ ഇനിയും നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ,
ഫഖദ് അബ്ലഗതുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, നിങ്ങളിലേക്ക് ഞാൻ എന്തുകൊണ്ടാണോ നിയോഗിക്കപ്പെട്ടത് ആ സന്ദേശം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. ഇനി നിങ്ങളിത് അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പടച്ചവന്റെ ശിക്ഷ വരും, നിങ്ങൾ നശിച്ചു പോകും. നിങ്ങൾ നശിച്ചതിന് ശേഷം വയസ്തഖലിഫു റബ്ബി ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്തൊരു സമൂഹത്തെ അള്ളാഹുവിടെ പകരം കൊണ്ടുവരും. വലാ തളുറൂനഹു ഷൈഅ, അള്ളാഹുവിന് ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിങ്ങൾക്കാവില്ല. നിങ്ങൾ നിഷേധികളായതുകൊണ്ട് അള്ളാഹുവിനൊരു വിഷമവും വരൂല, ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. ഇന്ന റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീദ്, അള്ളാഹു തആല എല്ലാത്തിനെയും സൂക്ഷിക്കുന്നവനാണ്. അപ്പൊ നിങ്ങളെ കാര്യങ്ങളും അള്ളാഹു തആല ശ്രദ്ധിക്കുന്നുണ്ട്, അർഹമായത് നിങ്ങൾക്ക് അവൻ തരികയും ചെയ്യും. അങ്ങനെ വലമ്മാ ജാഅ അംറുനാ, നമ്മുടെ കൽപ്പന വന്നപ്പോൾ, അതായത് അള്ളാഹു തആല ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത ആദ് സമൂഹം നിഷേധത്തിൽ മൂടുറച്ചു പോയവരാണ് എന്ന് കണ്ടപ്പോൾ അവർക്കെതിരെ ശിക്ഷ ഇറക്കാൻ തീരുമാനിച്ചു. അതിഗുരുതരമായ വിധത്തിലുള്ള ശക്തമായ കൊടുങ്കാറ്റടുപ്പിച്ചുകൊണ്ട് അള്ളാഹു തആല അവരെ നശിപ്പിച്ചു. ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ശിക്ഷ വന്നപ്പോൾ നജ്ജൈനാ ഹൂദൻ വല്ലദീന ആമനൂ മഅഹു, ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെയും തന്റെ കൂടെയുള്ള വിശ്വാസികളെയും നമ്മൾ രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ മിന്നാ, നമ്മിൽ നിന്നുള്ള കാരുണ്യം മുഖേന. വനജ്ജൈനാഹും മിൻ അദാബിൻ ഗലീദ്, കടുത്ത ശിക്ഷയിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. പടച്ചവന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു തആല ഹൂദ് നബി അലൈഹി ഇസ്ലാമിനും വിശ്വാസികൾക്കും എല്ലാ അർത്ഥത്തിലുള്ള സംരക്ഷണവും നൽകി. വതിൽക ആദ്, ഇതാണ് ആദ് സമൂഹം. ജഹദൂ ബി ആയാത്തി റബ്ബിഹിം, അവരുടെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു. വഅസൗ റുസുലഹു, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ അവർ ധിക്കരിക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ ഹൂദ് നബി അലൈഹി ഇസ്ലാം എന്ന ഒറ്റ നബിയെയാണ് അവർ ധിക്കരിച്ചത്. പക്ഷേ അവിടെ അള്ളാഹു പ്രയോഗിച്ചത് എല്ലാ ദൂതന്മാരെയും ധിക്കരിച്ചു എന്നാണ്. ഒരു നബിയെ ധിക്കരിച്ചാൽ എല്ലാ നബിമാരെയും ധിക്കരിച്ചതുപോലെ തന്നെയാണ്. കാരണം എന്താ, എല്ലാ നബിമാരും ഒരേ സന്ദേശമാണ് ലോകത്ത് കൈമാറിയിട്ടുള്ളത് എന്നർത്ഥം. വത്തബഉ അംറകുല്ലി ജബ്ബാരിൻ അനീദ്, എല്ലാ മർക്കടമുഷ്ടിക്കാരായിട്ടുള്ള സ്വേച്ഛാധിപതികളെയും അവർ പിന്തുടരുകയും ചെയ്തു. സത്യത്തിനെതിരിൽ സകലമാന തിന്മകളുടെയും കക്ഷികളെ മുഴുവനും അവർ പിന്തുടരുകയും പ്രവാചകന്മാർ കൊണ്ടുവന്ന ശരിയായ ആശയങ്ങൾ അവർ അവഗണിക്കുകയും ചെയ്തു. ഇത് കാരണത്താൽ ഈ ദുനിയാവിൽ അവർക്ക് ശാപം തുടർത്തപ്പെട്ടു. വയൗമൽ ഖിയാമത്തി, അന്ത്യനാളിലും. ഇങ്ങനെ നിഷേധികളായതിന്റെ പേരിൽ അവർക്ക് വന്നു ചേർന്ന ദുര്യോഗം എന്താണ്? അവർക്ക് അള്ളാഹുവിന്റെയും അതേപോലെ തന്നെ ശപിക്കാൻ അർഹതയുള്ളവരുടെയും ഒക്കെ ശാപം തുടരെ തുടരെ അവരെ പിടികൂടി. ദുനിയാവിലും പിടികൂടി, ഇനി പരലോകത്തും ആ ശാപം അവർക്ക് വരാനിരിക്കുന്നു. ചുരുക്കത്തിൽ അല അറിയണം, ഇന്ന ആദൻ, ആദ് സമൂഹം കഫറു റബ്ബഹും, അവരുടെ നാഥനെ നിഷേധിച്ചു. അല അറിയണം, ബുഅദല്ലി ആദിൻ ഖൗമി ഹൂദ്, ഹൂദ് നബിയുടെ ജനതയായ ആദ് സമൂഹത്തിനാകുന്നു നാശം. നിഷേധത്തിന്റെ ഫലം നാശമാണ്. ആ നാശം അവരെ പിടികൂടിയിരിക്കുന്നു എന്ന് അള്ളാഹു ഉണർത്തി. സത്യവിശ്വാസം സ്വീകരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.